ബസ്സിന്റെ ഉള്ളിൽ കയറ്റിട്ട് അടിക്കുന്നത്. സ്റ്റാച്യു ഭാഗത്ത് ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു പോലീസ് നീക്കം. പക്ഷേ ആ പ്രവർത്തകരിന്ന് തയ്യാറായില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ സ്ഥലത്തെത്തി അവരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. ഗോപാൽ, എന്താണ് സംഭവിക്കുന്നത്? അവരെ കൊണ്ടുപോവുകയാണോ? കെട്ടിടത്തിൽ കയറിയ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടു പോവുകയാണ്. ആദ്യഘട്ടത്തിൽ ആദ്യം പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളൊന്നും തന്നെ ഇങ്ങനെ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് കയറിയ കാര്യം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില പ്രവർത്തകർ അതിനുള്ളിൽ പെടുകയും പോലീസുകാർ പുറത്തേക്ക് ഇവിടെ കൂടി നിൽക്കുകയും ചെയ്തു. ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി പുറത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങോട്ടെത്തി അവരെ മോചിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. രാഹുൽ മാങ്കൂട്ടം അടക്കം ഉള്ളിലേക്ക് കയറിപ്പോയെങ്കിലും പോലീസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഇവർ പോലീസുകാർ കെട്ടിടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചു. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടെത്തിയത്. പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി ഈ കെട്ടിടത്തിന് മുൻവശത്തേക്ക് എത്തി ബാക്കിയുള്ള പ്രവർത്തകരെ എല്ലാം തന്നെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് മോചിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. പോലീസ് ഒരു പരിധിവരെയെങ്കിലും അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടെത്തി ഇടപെട്ടതിനാൽ അത് ഒരു പരിധിവരെ ഫലവത്തായില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് പരിസരത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ പ്രവർത്തകർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പോലീസുകാരോട് കയർക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരിക്കേറ്റ പ്രവർത്തകർക്കൊപ്പമാണ്, തലയ്ക്ക് പരിക്കേറ്റത് അടക്കമുള്ള പ്രവർത്തകർക്കൊപ്പമാണ്. വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചിടാൻ ശ്രമമുണ്ടായി എന്ന ഒരു ആരോപണം നേരത്തെ ഉയർന്നു. ആ പ്രവർത്തകർക്ക് അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്.
അഖില 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 മാറിയില്ല അഖില ഗോപാൽ, ആ വാഹനത്തിൽ പ്രതിപക്ഷ നേതാവും പോയതോ? പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പ്രവർത്തകർക്കൊപ്പം അവിടെ തുടരുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമുക്കിപ്പോൾ വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആ വാഹനത്തിൽ പോയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാഹനത്തിൽ ചില പ്രവർത്തകർ, പരിക്കേറ്റ പ്രവർത്തകർ അടക്കമുള്ളവരെയാണ് ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് എന്നതാണ്